സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ 25-30 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ശബരിമലയിൽ വച്ചിരിക്കുന്നത് വാവരയാണ്. വാവരക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും കുലബന്ധം പോലുമില്ല. ആ വാവര് മുസ്ലിം ആക്രമണകാരിയാണ്. അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ്. അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല, പൂജ്യനല്ല. പിന്നെ പൂജിക്കപ്പെടേണ്ടത് ആര് എന്ന് ചോദിച്ചാൽ വാപുരൻ. മറന്നു പോകരുത്. സർവ അയ്യപ്പ ഭക്തന്മാരോടും ഞാൻ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു, വാവരല്ല, വാപുരസ്വാമി. ആരാണ് ഈ വാപുരൻ? ഗ്രന്ഥങ്ങൾ നിരത്തി ഇവിടുത്തെ ഹൈന്ദവ സംഘടന നേതാക്കൾ പ്രഖ്യാപിച്ചു വാപുരൻ ആര് എന്ന്. ഗ്രന്ഥങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്, ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. വാപുരൻ ശിവന്റെ ഭൂതമാണ്. അതുകൊണ്ട് തന്നെ അയ്യപ്പനെ സഹായിക്കുവാൻ ശിവനയച്ച ഭൂതമാണ് വാപുരസ്വാമി. ആ വാപുരസ്വാമിയുടെ അനുഗ്രഹം ഇവിടുത്തെ അയ്യപ്പന്മാർക്കുണ്ടാകട്ടെ. ആ വാപുരസ്വാമിയുടെ നടയിൽ ചെന്ന് നിന്നുകൊണ്ട് തേങ്ങയടിച്ച് അയ്യപ്പനെ ദർശിക്കുവാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് എരുമേലിയിൽ ഇന്ന് വാപുരന്റെ പേരിൽ ഒരു മഹാക്ഷേത്രം ഉയരുവാൻ പോകുന്നത്. അത് കെട്ടുന്നതിന് ആർക്കാണ് ഇവിടെ തടസ്സം? ആർക്കാണ് ഇവിടെ ഒരു ചൊറിച്ചിൽ? അതൊക്കെ ഇവിടെ വച്ചിരുന്നാൽ മതി. ഇതൊന്നും ഇവിടെ വിലപ്പോകില്ല. അതുകൊണ്ട് നമ്മൾ സംഘടിക്കണം, ശക്തരായി നമ്മൾ മുന്നോട്ട് വരണം. ഏകോദര സഹോദരന്മാരെ പോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പ്രഖ്യാപിച്ച ആ മഹത്തായ സങ്കല്പം ജാതി ഒന്നേ ഉള്ളൂ എന്നല്ല പറഞ്ഞത്. ചമ്മന്തി കഴിക്കണമെങ്കിൽ 5 ജാതി മിനിമം അതിൽ വേണം. വേണ്ടേ? നമ്മുടെയൊക്കെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത് 5 ജാതികൾ കൊണ്ടാണ്: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കാള നന്നാകേണ്ടെന്നല്ല, പൂച്ച നന്നാകേണ്ടെന്നല്ല, പട്ടി നന്നാകേണ്ടെന്നല്ല. അർത്ഥമറിയുവാൻ നമുക്ക് കഴിയട്ടെ, അതിനുള്ള ചിന്ത നമുക്കുണ്ടാകട്ടെ. എന്നാൽ മാത്രമേ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയൂ. അത് ചിന്തിക്കുവാൻ ഉള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ലക്ഷക്കണക്കിനുള്ള ഭക്തന്മാർ ഒരുമിച്ചു ചേർന്ന് അയ്യപ്പന്റെ സംസ്കാരത്തെ നിലനിർത്തുവാൻ ഉള്ള ഈ വലിയ സംരംഭം മഹത്തായ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്.